ഹായ് ഫ്രണ്ട്സ്, 3 യൂസ്ഫുൾ ആയിട്ടുള്ള ഹോം ടിപ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്പുകളാണ്. ഇതിനൊട്ടും തന്നെ ചെലവോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ടിപ്പ് നമ്പർ 1 എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പം നമ്മുടെ വീട്ടിലെ ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കുന്ന ഇതുപോലുള്ള പാത്രങ്ങളുണ്ടാവും. അപ്പോൾ അതെപ്പോഴും ഇതുപോലെ ഫുള്ളായിട്ട് ഫില്ലായിട്ട് ഉണ്ടാവുക അല്ലേ. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ ഒരു സ്പൂണ് അതിലേക്ക് ഇട്ട് വെക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. നമ്മളിതുപോലെ എന്താ പറയുക കുഴിയൊക്കെ കുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു സ്പൂൺ ഒന്ന് തിരിച്ച് പിടിച്ച് അതിലേക്കൊന്ന് ഇറക്കി കൊടുക്കുമ്പോൾ നമുക്ക് അടപ്പടക്കാൻ വേണ്ടി വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ തീർച്ചയായും ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഇനി അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോകാം. വളരെയധികം യൂസ്ഫുൾ ആകുന്ന മറ്റൊരു ടിപ്പ് പരിചയപ്പെടുത്താം. അതായത് നമ്മുടെ നല്ല ഡ്രസ്സിൽ ഇതുപോലെ എണ്ണപ്പറ്റി ഉണ്ടായി എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കില്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ദേഹത്ത് എണ്ണ വീഴുക, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഒരു അബദ്ധം പറ്റാറുണ്ട്. പക്ഷേ ആ ഒരു എണ്ണ നമുക്ക് എങ്ങനെയും കളയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്താണ് നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് കാണിച്ചു തരാണ്. ഞാൻ അല്പം എണ്ണ ഇതിലേക്ക് ഉറ്റിച്ചിട്ടുണ്ട്. ഇതൊരു നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അതിലേക്ക് ആ ഒരു എണ്ണ ഉറ്റിയ ഭാഗത്ത് അത്യാവശ്യം കുറച്ച് പൗഡർ, നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന പൗഡർ ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മേലേക്ക് ഞാൻ തട്ടിക്കൊടുക്കുന്നത്. ഇത് എൻ്റെ ഒരു മെയിൻ പ്രശ്നമായിരുന്നു. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ യൂണിഫോമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ നമുക്ക് അന്നൊന്നും ആ ഒരു ടിപ്പ് നമുക്ക് അറിയാതെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് എനിക്ക് വളരെ യൂസ്ഫുൾ ആയുള്ള മറ്റൊരു ടിപ്പാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പൗഡർ അവിടെ ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം അപ്പം തന്നെ അയൺ ബോക്സ് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൻ്റെ മേലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു വെള്ളപ്പാണ്ട് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് അങ്ങ് കളയാൻ വേണ്ടി നല്ലൊരു തുണി എടുത്തൊന്ന് കുറച്ച് ഇതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒരു എണ്ണ വീണ പാടോ അല്ലെങ്കിൽ നമ്മൾ ഈ പൗഡറിൻ്റെ കലയോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അത് വളരെ നീറ്റായിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതൊരു പഴയ സ്റ്റൂൾ എടുത്തിട്ടുണ്ട്. ഇതൊരു ബാഗ് ആക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഒരു ക്യാരി ബാഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ബനിയനും കൂടെ എടുത്തിട്ടുണ്ട്. പഴയ ബനിയനാണ് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ മുഷിഞ്ഞ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അവയൊക്കെ ഇട്ടൊക്കെ നമുക്ക് ബെസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നല്ല തുണികളായാലും കുട്ടികളുടെ തുണികളായാലും ഒക്കെ ഇതിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഇതുപോലെ ഈ ഒരു ബനിയൻ ഉണ്ടല്ലോ, പഴയൊരു ബനിയനാണ് കേട്ടോ. ആ ബനിയൻ്റെ നെക്ക് ഏരിയ ഫുൾ ഇതുപോലെ ഞാനിവിടെ കെട്ടിക്കൊടുക്കുന്നത്. ഒരു ബാൻഡ് എടുത്തിട്ടൊന്ന് ബാൻഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുഷിഞ്ഞ തുണിയാണ് നമ്മൾ ഇതിൽ ഇട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് റൂമിന് വെളിയിൽ വെക്കുക കേട്ടോ. മുഷിഞ്ഞ തുണി ഒരിക്കലും അകത്ത് വെക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഞാനിത് മുഷിഞ്ഞ തുണിയല്ല ഇടുന്നത്, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. മറ്റ് പല സംഭവങ്ങളുണ്ടാവുമല്ലോ നമ്മുടെ റൂമിൽ എക്സ്ട്രാ വരുന്നത്, അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ആ ഒരു പഴയ സ്റ്റൂളിനെ ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. നല്ല അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൈസ ഒന്നും മുടക്കി വാങ്ങിക്കണ്ട. നമുക്കിത് ഈ ഒരു ബനിയൻ്റെ ഇനി നമ്മൾ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ച് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടിപ്പായിട്ടാണ് എനിക്കിത് തോന്നിയത്. കണ്ടില്ലേ, നമുക്കിനി ഇതിലേക്ക് നമുക്ക് ആവശ്യമില്ലാത്ത തുണികളോ എന്ത് തന്നെ ആയിക്കോട്ടെ നമുക്കിതിലേക്ക് ഇട്ട് വെക്കാം. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നല്ല തുണികളാണ് ഇട്ട് വെക്കുന്നത്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇട്ട് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എത്ര വലിയ പാൻറ് ആയാലും കൂടി ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിട്ടുണ്ട്. മുഷിഞ്ഞ തുണിയാണെങ്കിൽ തീർച്ചയായും നമ്മൾ റൂമിന് വെളിയിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ ചെരുപ്പും അതിൻ്റെ സൈഡിലാക്കിയിട്ട് ഞാൻ റൂമിൻ്റെ ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, 3 യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഞാൻ ഷെയർ ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എനിക്കിത് നല്ലപോലെ ഇഷ്ടപ്പെട്ട 3 ടിപ്സുകളാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് കരുതിയത് കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്കും ഇതുപോലുള്ള കമൻസ്, ഇതുപോലുള്ള ടിപ്സുകൾ എന്തെങ്കിലും അറിയെങ്കിൽ തീർച്ചയായും അത് കമൻ്റായിട്ട് ഇവിടെ രേഖപ്പെടുത്താം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്കും അത് ഈ വീഡിയോ കാണുന്നവർക്ക്, കമൻറ്റ് നോക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് എനിക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റിൽ തന്നെ ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു ടിപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ബൈ.